कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नन्दनं वसुदेवस्य नन्दगोपस्य नन्दनं यशोधानन्दनं वन्दे देवकी नन्दनं सदा। കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച, അതായത് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായ ശ്രീകൃഷ്ണ. നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. നന്ദഗോപരുടെയും കുമാരനായ, അതായത് പുത്രനായ ഗോവിന്ദായ നമോ നമ. നന്ദഗോപരുടെയും പുത്രനാണ് ആര്? ഗോവിന്ദൻ. ഗോവിന്ദൻ എന്ന് വെച്ചാൽ ആരാണ്? ശ്രീകൃഷ്ണൻ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം, അതായത് വസുദേവരുടെയും പിന്നെ നന്ദഗോപരുടെയും പുത്രനാണ്. അവിടെ വൃന്ദാവനത്തില് 2 അച്ഛന്മാരുണ്ട് അല്ലെ, വസുദേവരും നന്ദഗോപരും. അങ്ങനെ നന്ദഗോപരുടെയും വസുദേവരുടെയും പുത്രനായ ശ്രീകൃഷ്ണ. യശോധ നന്ദനം വന്ദേ ദേവകി നന്ദനം സദാ, അതായത് യശോദയുടെയും പുത്രനാണ്, മാത്രമല്ല ദേവകിയുടെയും പുത്രനാണ് സദാ എന്നാണ് ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പൊ ഈ ശ്ലോകം കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതിന് വേറൊരു അർത്ഥമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തും. കാരണം ഞാൻ ഒരുപാട് ഇതിന്റെ അർത്ഥം സെർച്ച് ചെയ്ത് നോക്കി. ഈ ഒരു ശ്ലോകം മൊത്തത്തിലുള്ള അർത്ഥം എവിടെയും കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ തന്നെ ഇത് ശ്ലോകം വായിച്ചെടുത്തിട്ട് ഓരോ വാക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ അതിന്റെ അർത്ഥം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പൊ ഒന്ന് വേറെ അർത്ഥങ്ങൾ അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ.